നമസ്കാരം. ഞാൻ ചില വസ്തുതകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ദയവായി ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുകയും വേണം. ഞാൻ ഈ പറയുന്ന വിവരങ്ങൾ പൂർണ്ണമല്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ എഴുതി ചേർക്കണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതൊരു വാർത്തയായിട്ട് കാണരുത്. വയനാടിന്റെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായി, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അവിടെ മുഴുവൻ ഒലിച്ചുപോയി. 100 കണക്കിന് ആൾക്കാർ മരണപ്പെട്ടിട്ട് അതിലേറെ ആൾക്കാർ ദുരിതത്തിലായിട്ട് 5 മാസം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് അവരുടെ ദുരന്തം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒന്നും തന്നെ ചെയ്യാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ പല കാര്യങ്ങളും പൂർണ്ണമല്ല, കിട്ടിയ വിവരങ്ങൾ മാത്രമാണ്. അത് ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കിട്ടിയ 700 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കാമായിരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം പറയാനുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ദുരന്തമുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു, കുറച്ച് സാമ്പത്തിക സഹായം വേണം, കാരണം വയനാടിനെ പിടിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഇല്ലാതെ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ദുരന്തത്തിന്റെ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ചോദ്യം വേണോ എന്ന ചോദ്യത്തിന് പുറമെ നേരത്തെ പ്രളയ കാലത്തും മറ്റും ഫണ്ട് വകമാറ്റി മറ്റു പല വഴിക്കും പോയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ പുനരുദ്ധാരണ ഫണ്ട് ചെന്നു കഴിഞ്ഞാൽ അത് വയനാടിന് വേണ്ടി ഉപകരിക്കില്ല എന്നും ചിലരൊക്കെ പറഞ്ഞിരുന്നു. അന്ന് അതിന്റെ പിന്നിൽ പല നടപടികളും ഉണ്ടായതായിട്ടും അറിഞ്ഞിരുന്നു. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും മറ്റും ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി കണക്കുകൾ സഹിതം എടുത്തു പറഞ്ഞിട്ടുള്ള പലരുമായും മുഖ്യമന്ത്രി കൊമ്പ് കോർക്കുന്നത് കണ്ടു, അദ്ദേഹം മറുപടി പറയുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ 5 മാസം കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോ അന്ന് വയനാട്ടിലെ ദുരന്തമുണ്ടായതിനു ശേഷം ഇതുവരെ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക്, ഏതാനും ആൾക്കാർക്ക് വാടക ഇനത്തിലോ മറ്റു ചെറിയ സാമ്പത്തിക സഹായ ഇനത്തിലോ കുറച്ച് സഹായങ്ങൾ എത്തി എന്നതിലുപരി അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണ്. ആ സന്നദ്ധ പ്രവർത്തകര് അല്ലെങ്കിൽ ചില സംഘടനകൾ, ചില വ്യക്തികൾ, അവർ അവരുടേതായ ലെവലിൽ സർക്കാരിന്റെ അവരുടെ അനുമതി മറ്റും സൗകര്യങ്ങളും കാത്തു നിൽക്കാതെ അവർ അവരുടേതായ ലെവലിൽ ഇറങ്ങി ചില വീടുകൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റു ചില വീടുകൾ പകുതിയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്, ആ നിലയിൽ പോകുന്നുണ്ട്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല. കുറച്ച് സ്ഥലമെടുക്കാൻ ശ്രമിച്ചു എന്നതിലുപരി ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. എന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ 700 കോടി രൂപ ഇതുവരെ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള ഈ പണം, അതായത് വയനാടിന്റെ മാത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടുള്ള പണം ശരിയായി വിനിയോഗിച്ചിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് പുറത്ത് വയനാട്ടിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സന്നദ്ധ പ്രവർത്തകനോ ഒരു സംഘടനയോ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അവർക്കായിരുന്നു ഈ 700 കോടി രൂപ സമാഹരിക്കാനും അത് കൃത്യമായി വിനിയോഗിക്കാനും അനുമതി കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും വയനാട്ടിൽ സംഭവിക്കുക എന്നുകൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് അറിഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ശരിയല്ല, അതിൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ നിങ്ങൾ തിരുത്താൻ അഭ്യർത്ഥിക്കുകയാണ്. വയനാട് ജില്ലയില് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം ഈ ഇവിടങ്ങളിലെ ദുരിതബാധിതർക്ക് 12 ബാങ്കുകളിൽ നിന്ന് 35 കോടി 32 ലക്ഷം രൂപയാണ് ബാങ്ക് വായ്പയായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. 12 ബാങ്കുകളിൽ നിന്നും 35 കോടി 32 ലക്ഷം രൂപ. അതായത് ഇപ്പോ ലോൺ എഴുതി തള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലോണിന്റെ നോട്ടീസുകളൊക്കെ വരുന്നുണ്ടല്ലോ, KSFന്റെ ചില കടലാസുകളൊക്കെ വന്നിരുന്നു. അത് സംബന്ധിച്ചുള്ള വിവാദം ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ ആയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് സംസാരവും ഉണ്ടായതാണ്. അവസാനം KSFന്റെ മാനേജർക്ക് സർക്കാർ പറയുന്നത് വരെ ഇനി മറ്റ് നീക്കങ്ങളോ നടപടികളോ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പും കൊടുത്തിരുന്നു. യൂത്ത് ലീഗ് ആയിരുന്നു അതിനെ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും മനസ്സിലാകുന്നത് 12 ബാങ്കുകളിൽ നിന്നും 35 കോടി 32 ലക്ഷം രൂപ. ഇതില് 2460 പേർക്ക് 19.81 കോടി, അതായത് 19 കോടി 81 ലക്ഷം രൂപയുടെ കാർഷിക വായ്പയാണ്. അതായത് ഈ ഒലിച്ചുപോയ ഭാഗത്ത് കൃഷി ചെയ്യുന്നതിന് എടുത്തിട്ടുള്ള കാർഷിക വായ്പയാണ്. അതിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് തുക അവർക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി. അത് സർക്കാർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള സന്നദ്ധ സംഘടനകളോ ആ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളോ അത് ചെയ്തു കൊടുക്കണം. മിക്കവാറും അത്തരത്തിൽ വായ്പയെടുത്ത് കൃഷി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള 3.4 കോടി രൂപ, 3 കോടി 40 ലക്ഷം 245 പേർക്ക് കൊടുത്തിട്ടുള്ള ചെറുകിട വായ്പയാണ്, ചെറുകിട സംരംഭത്തിനുള്ള വായ്പയാണ്. ആ തുകയും ഒരുപക്ഷെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടിയേക്കും. പക്ഷെ ഇൻഷുറൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നെനിക്കൊരു തോന്നലുണ്ട്. കാരണം
ചെറുകിട വ്യവസായ മേഖലയിൽ ഞാനും ചില പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ആ സാമ്പത്തിക ലാഭത്തിന്റെ ഒരിത് കൊണ്ട് ഇൻഷുറൻസിലേക്ക് പോകാനൊന്നും കൂട്ടി നിന്നിട്ടില്ല. അത് ഒരുപക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് പോലെയാണ് ഈ വയനാട്ടിൽ ഈ പറഞ്ഞ ലോൺ എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ആ തുക തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ കാർഷിക ലോൺ അങ്ങനെയല്ല. ആ കാർഷിക വിളകൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പണം കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഒരു തീരുമാനം കൂടി ഒന്ന് പറയാം. സമീപകാലത്ത്, ഈ അടുത്ത കാലത്ത് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടിയിരുന്നു. ആ യോഗത്തിൽ ഈ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അത് നടപ്പിലാവില്ല എന്ന് എനിക്കറിയില്ല. എങ്കിലും അതിൽ ഗ്രാമീണ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്കാണ് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ഈ പറഞ്ഞ പ്രദേശത്ത് വായ്പകൾ കൊടുത്തിട്ടുള്ളത്. ആ ബാങ്ക് വായ്പകൾ എഴുതി തള്ളണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, എഴുതി തള്ളണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ബാങ്കാണ്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഫലത്തിൽ അത് പ്രാവർത്തികമാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാങ്കിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ദുരന്ത ബാധിതരുടെ ലോണ് എഴുതി തള്ളണം. എന്നിട്ട് ഒരു ഓപ്ഷൻ വെച്ചു, അത് ബാങ്കിന് ഫൈനലായിട്ട് തീരുമാനിക്കാം വേണമോ വേണ്ടയോ എന്ന്. അപ്പോൾ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള മുഴുവൻ ആൾക്കാർ, അതായത് 35,32,00,000 രൂപ എന്നാണ് പറയുന്നത്, ഇത് ഫലത്തിൽ എഴുതി തള്ളാൻ സാധ്യത ഇല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള ഗ്രാമീൺ ബാങ്കിന് അത്രയും എഴുതി തള്ളാനുള്ള ഒരു ആസ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സർക്കാർ കനിയണം. സർക്കാരിന് കനിയാൻ സർക്കാരിന്റെ ഖജനാവിൽ പണം ഇല്ലാത്തത് കൊണ്ട് ഇത് വെറും പ്രഖ്യാപനമായി മാറാനാണ് സാധ്യത. ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള 700 കോടിയുടെ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. ഈ തുക മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക്, അതായത് ദുരിതാശ്വാസ നിധി എന്ന ആ ഖജനാവിലേക്ക് വന്നതുകൊണ്ടാണ് ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാത്തത് എന്ന് പരക്കെ ആക്ഷേപം ഇപ്പോൾ ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്ന, അതായത് വിനിയോഗിക്കപ്പെടില്ല എന്ന് പറഞ്ഞിരുന്ന ആ ആൾക്കാർക്ക് ഇന്ന് മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നേ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി വയനാട്ടിലുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ സമീപപ്രദേശത്തുള്ള ഏതെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള സത്യസന്ധരായ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ ആണ് ഈ 700 കോടി രൂപ സമാഹരിച്ച് അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഈ വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പ്രധാനമായും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, വയനാട്ടിലേക്ക് ആവശ്യമായി ഒരു വീട് പോലും ആവശ്യമില്ല എന്നതാണ്. എല്ലാ വീടുകളും പല സർക്കാരും പല സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ആയിട്ട് മതസംഘടനകളുമായിട്ട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വീട് പോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവഴിക്കേണ്ടതില്ല. പിന്നെ അതിനാവശ്യമായ സ്ഥലം ഒന്ന് കണ്ടെത്തി കൊടുത്താൽ മതി. അത് കണ്ടെത്തി കൊടുക്കാൻ ഇനിയുള്ള അവസ്ഥയിൽ സാധ്യമല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നിലവിൽ ഒരു ടൗൺഷിപ്പായിട്ട് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിച്ചു. അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തി ആ സ്ഥലം ഏറ്റെടുക്കാൻ നോക്കി. പിന്നെ അത് ബലമായിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ പിന്നെ അനന്തമായി നീളും. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ നീണ്ടുപോകും. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ സ്ഥലമെടുപ്പ് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മുണ്ടക്കൈ ചുരൽമല ആ പ്രദേശത്ത് ദുരന്ത ബാധിതരായിട്ടുള്ള വാടക കിടക്കുന്ന മുഴുവൻ ആൾക്കാരും തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇനി അങ്ങനെ വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് 5-10 സെന്റ് സൗകര്യം പോലെ ഞങ്ങൾ വാങ്ങിക്കോളാം, ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങാനുള്ള ഒരു പണം തന്നാൽ മതി, സുരക്ഷിതമായി ഞങ്ങൾ സ്ഥലം വാങ്ങിക്കോളാം, ഞങ്ങൾക്ക് മറ്റുള്ളവർ വീട് വെച്ച് തന്നോളും എന്നൊരു തീരുമാനം അവർ എത്തിയിട്ടുണ്ട്. അല്ലാതെ നടക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വയനാടിന്റെ ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതി വെച്ചിട്ട്, സാമ്പത്തിക പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ 15 ലക്ഷം രൂപ വീതം അവർക്ക് ഇട്ട് കൊടുത്താൽ മതി. അധികമൊന്നും വേണ്ട. ഒരു 15 ലക്ഷം രൂപ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 സെന്റ് മുതൽ, അത് അവരുടെ സൗകര്യം അനുസരിച്ച് എവിടെ വാങ്ങിക്കോട്ടെ. ടൗണിൽ ഇനി 2 സെന്റ് വാങ്ങണമെന്നുള്ളത് മതി, അത് എവിടെ വാങ്ങിക്കോട്ടെ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 700 കോടി കിട്ടിയിട്ടുള്ള സംഘടന അല്ലെങ്കിൽ വ്യക്തി, സപ്പോസ് നിങ്ങൾ തന്നെയാണെന്ന് കരുതിക്കോളൂ, എന്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് 700 കോടി രൂപ വിതരണം ചെയ്യാൻ, കൃത്യമായി വിതരണം ചെയ്യാൻ തന്നു, അല്ലെങ്കിൽ നിങ്ങളാണ് സമാഹരിച്ചത്, നിങ്ങൾ അത് ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു 15 ലക്ഷം രൂപ വീതം 1000 പേർക്ക്, ഞാൻ 1000 പേരുടെ കണക്കെടുക്കുന്നത്, ഈ 1000 പേരുടെ കണക്കെടുത്തത് ദുരന്തത്തിൽ വീട് ഒലിച്ചു പോയവരുടെ വീട് മാത്രമല്ല, അതിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉള്ള അപ്പുറം ഇപ്പുറമുള്ള ഇനി താമസിക്കാൻ കഴിയാത്ത കുറെ വീടുകളുണ്ട്. അത് വാസയോഗ്യമല്ല, വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വീട് ആവശ്യമുണ്ട്. അവർക്ക് ഉൾപ്പെടെ 1000 വീടുകൾ ഞാൻ റൗണ്ട് ചെയ്യുന്നു. ഈ 1000 വീടുകൾക്ക് 15 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 150 കോടി രൂപയാണ് അതിന് ചെലവ് വരുന്നത്. 150 കോടി രൂപ. അപ്പൊ 700 കോടി രൂപയിൽ ഈ 150 കോടി രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി 550 കോടി രൂപ ബാക്കി ഉണ്ടാവും. ബാക്കി 550 കോടി രൂപ. ഇതിൽ വീട് വേണ്ടെന്ന് പ്രത്യേകം ഓർക്കണം. വീട് ആ സന്നദ്ധ സംഘടനകൾ അവർ വെച്ച് കൊടുത്തോളും. ഇന്ന ആൾക്കാർക്ക് വീടിന് പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. 1000-ലധികം വീടുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്കിൽ മനസ്സിലാകുന്നത്. പിന്നെ ലോൺ തീർക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് നമ്മൾ ലോണിന്റെ കാര്യം പറഞ്ഞേ? 35 കോടിയാണ്.
ഓക്കെ, അത് അവിടെയുള്ള മറ്റു ബാങ്കുകൾ, ഇനി അല്ലാത്ത ബാങ്കുകളും ലോണുകളും KSFE അടക്കം എല്ലാം കൂടി ചേർത്ത് 100 കോടിയുടെ കടമുണ്ടെന്ന് കൂട്ടിക്കും. 100 കോടി, അത്രയൊന്നും ഉണ്ടാവില്ല, അറിയാം ഉണ്ടാവില്ല എന്നുള്ളത്. എങ്കിലും എല്ലാം കൂടെ ചേർത്ത് 100 കോടി രൂപ ഉണ്ടെങ്കിലും ആ 100 കോടി രൂപ വെച്ച് ദുരന്ത ബാധിതരുടെ മുഴുവൻ കടവും തീർത്തു, മുഴുവൻ ലോണും ക്ലോസ് ചെയ്തു. കാരണം അവർക്ക് വേണ്ടിയിട്ട് വന്ന പണമാണ്, അതുകൊണ്ട് അവർക്ക് വിനിയോഗിക്കുന്നതിൽ യാതൊരു നിയമ തടസ്സവുമില്ല. അതുകൊണ്ട് ആ 100 കോടി രൂപ കൊടുത്തിട്ട് അവരുടെ മുഴുവൻ കടങ്ങളും തീർത്ത് അവരെ അങ്ങോട്ട് ഫ്രീ ആക്കി. പിന്നെ അധ്വാനിച്ച് അവര് ജോലി ചെയ്ത് ജീവിക്കട്ടെ, ആ ഒരു നിലയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ബാക്കി 450 കോടി രൂപ ഉണ്ടാവും, 450 കോടി രൂപ ഉണ്ടാവും. ഇത് നിങ്ങൾ ചെയ്താലാണ്. ഈ 450 കോടി രൂപയ്ക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ ഉള്ള ഭാഗങ്ങൾ ഉണ്ടാക്കിക്കൂടെ, മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിക്കൂടെ? ഏതാ നടത്താൻ പറ്റാത്തത്? 450 കോടി രൂപയുടെ ആവശ്യമുണ്ടോ? സർക്കാരിന്റെ 4 കാലും ഒരു കോലും വെച്ചതിന് ശേഷം ഒരു ഷീറ്റും വെച്ച് ഇരിക്കാനുള്ള സ്റ്റീൽ കമ്പി വളച്ചു വെച്ചിട്ട് ഇത് 15 ലക്ഷം രൂപയുടെ വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ആ രീതിയിലുള്ള ഒരു വികസനം അല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ഇത് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 450 കോടി രൂപയ്ക്ക് എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റും. അവിടെ എല്ലാം, ബാക്കിയുള്ള റോഡ്, തോട് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ ഈ 700 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ല വന്നിരുന്നത്. അവിടെയുള്ള കൃത്യമായി വിനിയോഗിക്കപ്പെടുന്ന വെട്ടിമിണുങ്ങാത്ത ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയോ അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ, ഇപ്പൊ മുസ്ലിം ലീഗ് 10-30 കോടി രൂപ ഭരിച്ചിട്ടുണ്ടല്ലോ, അവർ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മാനമുണ്ട് അദ്ദേഹം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ വേറെ കുറച്ച് സംഘടനകളുണ്ടെന്ന് പറയുന്നു, അതുപോലെ കുറച്ചു പേരുടെ ഒരു കമ്മിറ്റിക്കോ ഒന്ന് ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റാത്ത വിധം കൃത്യമായി കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് സർക്കാർ ഒന്ന് കൂടെ നിന്നിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ മിക്കവാറും എല്ലാവർക്കും വീടായേനെ. കാര്യം 700 കോടി കിട്ടിയിട്ട് കാലം കുറേ, 3-4 മാസം കഴിഞ്ഞു ഈ 700 കോടി രൂപ കിട്ടിയിട്ട്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും വീട് പണി തുടങ്ങുകയും ചെയ്തേനെ. അതുപോലെ അവിടുത്തെ റോഡ്, മറ്റു കാര്യങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മറ്റ് സാഹചര്യ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി. ഇന്ന് വയനാട് പഴയ അവസ്ഥയിലേക്ക് എത്തിയേനെ, അല്ലെങ്കിൽ 1, 2, 3 മാസത്തിനുള്ളിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി വയനാട് പഴയ അവസ്ഥയിലേക്ക് എത്തിയേനെ. ഈ 700 കോടി രൂപ ഞാനോ നിങ്ങളോ അടക്കമുള്ള ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ശരിയല്ലേ? നിങ്ങൾ പറ. Different angles. Don't forget to subscribe and support this channel.